ഇന്നലെ ഷൈൻ നിഗം നായകനായിട്ടെത്തിയ ദൃഢം എന്ന സിനിമ ഞാൻ കണ്ടു. ഓൾറെഡി ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞതാണ്. ഷൈൻ നിഗത്തെ നായകനാക്കി മാർട്ടിൻ ജോസഫാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി നമ്മുടെ ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞിരുന്നു പുള്ളിയുടെ ആ ഒരു ചെറിയൊരു പാറ്റേണൊക്കെ ഈ സിനിമയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തിയത്. ഷൈനെ കൂടാതെ ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ശോഭി തിലകനാണ്. അതുപോലെ തന്നെ മാത്യു വർഗീസ് ഉണ്ട്, പിന്നെ ദിനീഷ് പ്രഭാകറുണ്ട്, നന്ദൻ ഉണ്ണി, അങ്ങനെ കുറച്ച് താരങ്ങൾ. ഒരു ഫുൾ പോലീസ് സ്റ്റോറിയാണ് ഈ സിനിമ. ഇന്ന് നമ്മുടെ കോക്കിൻ്റെ റിവ്യൂ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു ക്രൈം ത്രില്ലർ സിനിമ. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഇടുക്കിയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഒരു ഗ്രാമത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്ന ഒരു പോലീസുകാരൻ, അദ്ദേഹം അവിടെ ചാർജ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, അതായത് ഒരു മർഡർ നടക്കുന്നു, പിന്നെ അതിനെ ചുറ്റിപ്പറ്റി മറ്റൊരു മർഡർ, അങ്ങനെ ഒരു റോബറി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ഒരു സിനിമ. അത്യാവശ്യം നല്ല ഒരു മേക്കിംഗ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BGM ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഷൈൻ നിഗത്തിൻ്റെ പോലീസ് ക്യാരക്ടർ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ്, ഒരു ട്വിസ്റ്റും ആ ക്ലൈമാക്സിൽ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് നമുക്ക് ആ ക്ലൈമാക്സിൽ തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ എനിക്ക് അത് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഏത് സിനിമ കണ്ടാലും ആ സിനിമയെ അങ്ങ് കീറി മുറിച്ച് മസാല തേച്ച് ഉപ്പും പുരട്ടി പൊരിച്ചെടുക്കുന്ന ഒരു റിവ്യൂവർ ആണല്ലോ ഈ കോക്ക്. മമ്മൂക്കയുടെ പാട്രിയോട്ട് എന്ന സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള റിവ്യൂ നിങ്ങൾ കേട്ട് കാണും. ആടെന്ന സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള റിവ്യൂ നിങ്ങൾ കേട്ടാണ്. അപ്പം അവൻ്റെ റിവ്യൂ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അവൻ്റെ റിവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഞാൻ അങ്ങനെ സിനിമ അത്ര വലിയ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ചിന്തിച്ച് കീറി മുറിക്കുന്നതല്ല. ഞാനൊരു നോർമൽ ഓഡിയൻസിൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ ഇരുന്ന് സിനിമ കാണും. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ട ഞാൻ അത് നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ ഞാൻ മോശമെന്ന് പറയും. ഇപ്പോൾ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ അത്രയും മോശം സിനിമ ആണെന്നുള്ളൊരു അഭിപ്രായം സിനിമ കണ്ട ഒരാൾക്കുമില്ല. ആ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരാൾക്കുമില്ല. പക്ഷെ ഇവർ മാത്രമാണ് ആ സിനിമ കണ്ടിട്ട് അത്ര അങ്ങോട്ട് സുഹിക്കാതെ പോയത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പറയുന്നത് എന്താണെന്ന് കേട്ടതിന് ശേഷം രണ്ട് മറുപടി പറയാനുണ്ട്. വാ. ദൃഢം ജിത്തു ജോസഫ് പ്രസൻസ്. ഞാൻ പറയും സീരിയൽ ലെവൽ മേക്കിങ്ങും അതോടൊപ്പം തന്നെ നാടകം ലെവല് ആക്ടിങ്, അതായത് ഒലക്ക വിഴിഞ്ഞ പോലെ. എല്ലാവരും ഇതിന്റെ സ്റ്റേജിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്റ്റേജിങ് ഉണ്ടോ? എല്ലാവരും ഒരേ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും, എല്ലാവരും ഒരേ സമയത്ത് അതായത് ഡയലോഗ് പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. എന്നിട്ട് പിന്നെ ശോഭി തിലകന്റെ കാര്യം അറിയാലോ, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഡബ് ചെയ്ത് അങ്ങനെ ആയിപ്പോയതായിരിക്കാം. തനി സീരിയൽ ലെവലാണ്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പോലീസ് സെക്ടറിലുള്ള ആ ലുക്കൊക്കെ കിടാം. പക്ഷെ ഇദ്ദേഹം സംസാരിച്ച സമയത്ത് സർ ഇന്നലെ കുറിച്ച് അധികമായി പോയി, തലേന്ന് വെള്ളം അടിച്ചിട്ടേ സോറി സർ, ഓക്കെ സർ, ചെയ്യാം സർ, ഓക്കെ സർ, വരണം സർ, ഇങ്ങനെയുള്ള പരിപാടിയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാർ, പുള്ളി മാത്രമല്ല കേട്ടോ, റോബറി ആണെന്ന് എന്റെ ഫ്രണ്ടെന്ന് പിന്നെ ഷീനിയം പറയാം. സാധാരണ ഇത്തരം ചെയ്ത ആളുകൾ തന്നെ ആൾക്കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും സർ, തീർച്ചയായും ഉണ്ടാവും സർ, ഉണ്ടാവും സർ, സർ ഇവിടെ നല്ലത് ഓർഡർ ഊണ് കിട്ടും സർ, കഴിക്കാം സർ, ഓ കാശ് സോറി അത് വേണ്ട സർ സർ. ഇതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് കോട്ടയം രമേശുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ ആർട്ടിഫിഷ്യലായിട്ട്, പിന്നെ ഇതിലുള്ള ജൂനിയേഴ്സ് ഒക്കെ വളരെ മോശം ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഇവരിങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടികൂടുക. റോബറിയാണെന്ന് നമുക്ക് ക്യാമറയിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ എന്നെ ക്യാമറ കാണും ഇതൊക്കെ ഡയറക്ടറിലെ കൺട്രോൾ ചെയ്യണ്ടേ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അഭിനയിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. അതിലിപ്പോ ഒരു സിറ്റുവേഷൻ കൊടുത്തു സീനകത്ത്. അപ്പൊ നിങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ കച്ചറ കൂടുവാണ്, അടി കൂടുവാണ്. അപ്പൊ ഒരു പോലീസ് ജീപ്പ് ഇങ്ങോട്ട് വരും. അപ്പൊ ഒരു അടികൂടി തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇവർ അടികൂടുമ്പോൾ ഇവരെ മൈൻഡിൽ ഇത് പോകുന്നുണ്ട്, നമുക്ക് അഭിനയം കാണാൻ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ അടികൂടുക, പോലീസ് പോരെ പറയും നിൽക്കുക. അപ്പൊ വരുന്നിങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ നിരന്തരം. പിന്നെ ത്രില്ലറിന്റെ മെയിൻ കാര്യം എന്താണ്, അതിൽ പിന്നെ നമുക്ക് ത്രില്ലുണ്ടാവണം. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ത്രില്ലും ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ ലൂസൻസ്, ഒരു കാര്യമില്ലാത്ത കുറെ ലൂസൻസ്. എന്നിട്ട് അതിന് പിന്നെ ഒരു പേ ഓഫ് ഉണ്ടോ അതുമില്ല. ഇങ്ങനെ കുറെ ഇത് കൊടുത്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, പരക്കം പയ്യ ഇതാക്കും, ഇങ്ങനെ പോകുന്ന സിനിമ. പിന്നെ ഇതിൽ കുറെ സീൻസ് ഉണ്ട്. ഒരു ഈ ഷൈനിക വന്നതിന് ശേഷമാണ് ഇവിടെ കുറെ കേസസ് ഉണ്ടാവുന്നത്, മർഡേഴ്സ്, റോബറി കാണല്ലോ. അപ്പൊ ക്രഷ് ഒക്കെ വേണ്ടേ, പിന്നെ കരാട്ടക്കാരിയൊക്കെയാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ മൊത്തം ഒരു ജീവനില്ല. സാധാരണ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വയർലെസ് സന്ദേശങ്ങളും കുറച്ച് കമ്മ്യൂണിക്കേഷൻസും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പും ഒക്കെ ഉണ്ടാവില്ലേ. അറ്റ്ലീസ്റ്റ് സൗണ്ടിലെങ്കിലും അത് നമുക്കൊരു പോലീസ് സ്റ്റേഷൻ തോന്നിപ്പിക്കണ്ടേ. ഇതെന്തോ ഒരു സങ്കേതം. അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ ഒലക്ക ഒഴുങ്ങിയ പോലെ ഇടയിൽ നിന്നിട്ട് അങ്ങോട്ടും നടക്കുക. അതായത് പടം ദൃഢാണല്ലോ, അപ്പൊ ദൃഢത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ദൃഢ സ്റ്റിഫാ. ഞാൻ പറഞ്ഞു കഞ്ഞിപ്പശ മുക്കിയ പോലെ എല്ലാവരും. ഷെയ്ൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കിട്ടിയ വേഷം മാക്സിമം നന്നാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു ബലക്ഷയുള്ള ദൃഢമല്ലാത്തൊരു സ്ക്രിപ്റ്റിനകത്ത് സീൻസ് ഉണ്ട്. ക്ലൈമാക്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. റൈറ്റിംഗിൽ കുറച്ചെങ്കിലും ഒന്ന് മെച്ചപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ക്ലൈമാക്സ് ആണ്. പക്ഷെ സ്റ്റിൽ എക്സിക്യൂഷനിൽ ഇത് വലിയ സുഖമില്ല. അപ്പൊ കേട്ടല്ലോ,
അപ്പം ഇത്രയും വലിയ ഒരു നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് ആ സിനിമയ്ക്കകത്തൊന്നും തോന്നിയില്ല. കാരണം ഞാനൊരു സാധാരണ ഓഡിയൻസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നിയില്ല. എനിക്ക് ആ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഷൈനികത്തിൻ്റെ ഒരു പെർഫോമൻസും ആ ഒരു സസ്പെൻസും അത് കിഡുവായിട്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി കേരളത്തിലെ മലയാള സിനിമ എടുക്കാൻ പോകുന്ന പ്രൊഡ്യൂസർമാരോടും ഡയറക്ടർമാരോടും അതുപോലെ കഥ എഴുതുന്നവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ സിനിമ എടുക്കുന്നതിന് മുമ്പ് കോക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ച് ഇത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പടം എടുക്കാവുള്ളൂ. കാരണം എല്ലാത്തിലും പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു മഹാപണ്ഡിത ഗുരുവാണ് ഈ വേട്ടാവളിയൻ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. എന്താണെങ്കിലും ദൃഢം എന്ന സിനിമ, ആ സിനിമ തിയേറ്ററിൽ വന്ന് 2 മണിക്കൂറും 8 മിനിറ്റും അങ്ങാണ്ടുള്ള ആ സിനിമയുടെ ഒരു ഡ്യൂറേഷൻ എന്നുള്ളത് അത് നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ ലാഗടിപ്പിക്കാതെ നമ്മൾ ആ സിനിമ അതിങ്ങനെ അതിനകത്തോട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവസാനം കൊണ്ടുവന്നിട്ട് ഒരു കിഡിലൻ ക്ലൈമാക്സ്, ഒരു കിഡിലൻ ട്വിസ്റ്റോട് കൂടി ആ സിനിമ നിർത്തുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലി എനിക്ക് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ എനിക്ക് സിനിമ വലിയൊരു സംഭവമാണെന്നൊന്നും അല്ലെങ്കിൽ വലിയൊരു ക്രൈം ത്രില്ലറാണ് ഇനിയിപ്പോൾ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ആകാംക്ഷ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. നോർമലായിട്ടുള്ള ഒരു സാധനം, ഒരു ചെറിയൊരു സിനിമ, അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സിനിമയെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് വറുത്തു ഭരിക്കാൻ ഇവൻ ആരാണ്? ഏത് സിനിമയാണ് ഇവൻ നല്ല അഭിപ്രായം പറഞ്ഞത്? ഇപ്പം നല്ല അഭിപ്രായം പറയാൻ പോകുന്ന സിനിമകൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. അതുമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും